കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ആവുമ്പോൾ നിധി എല്ലാവർക്കുമുള്ള ചായയുമായി ഡൈനിങ് ഹാളിലേക്ക് എത്തുകയാ. അച്ഛന് ചായ കൊടുത്ത് അച്ഛാ ഞാനാ ചായ ഉണ്ടാക്കിയത് എന്ന് പറയെ വിശ്വസിച്ച് കുടിക്കാമോ എന്ന് ചിരിയോടെ അച്ഛനും ചോദിക്കുന്നുണ്ട്. കുടിക്കെന്ന് അവൾ പറയേ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അച്ഛൻ ചായ എടുക്കുമ്പോഴേക്കും കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ എന്ന് പറഞ്ഞവൾ അവിടെ ഇരിക്കുന്ന ഹേമയ്ക്കും സാന്ദ്രയ്ക്കും ചായ കൊണ്ട് കൊടുക്കുകയാ. ഹേമയും ആ ചായ കുടിച്ചു നോക്കിക്കൊണ്ട് ചായ സൂപ്പറായിട്ടുണ്ടല്ലോ, ഇത്ര നല്ല ചായ നീ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോ അത്ഭുതമായിരിക്കുന്നല്ലോ. ഹേമേ, നമ്മുടെ നിധി നിന്നെക്കാളും സൂപ്പറായി ചായ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഏലക്കയെല്ലാം ചേർത്തിട്ടുണ്ടോന്ന് രാജീവ് ചോദിക്കുമ്പോ ഉവ്വെന്ന് നിധിയും. നിന്റെ അമ്മ പോലും ഇത്ര നാളായിട്ടും ഏലക്കായിട്ടൊരു ചായ ഉണ്ടാക്കി തന്നിട്ടില്ലെന്ന് രാജീവ് പറയേ. ഇങ്ങനെയൊക്കെ ഞാൻ ചായ ഉണ്ടാക്കി തന്നാ നിങ്ങൾക്ക് എപ്പോഴും ചായ വേണ്ടി വരും, ഞാൻ ഏത് സമയത്തും കിച്ചണിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്നും ഹേമയും പറയുന്നുണ്ട്. സാന്ദ്ര എടുത്തി അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിധി ചോദിക്കേ. നിധി ചായ സൂപ്പറായിട്ടുണ്ടെന്ന് സാന്ദ്രയും. ഇങ്ങനെയൊരു ചായ ഉണ്ടാക്കാനായി ഞാൻ എത്ര തവണ കഷ്ടപ്പെട്ടാ പഠിച്ചതെന്ന് അറിയാമോ? എന്റെ അറിവിൽ ഒരു 30-40 വട്ടം ചായ ഉണ്ടാക്കി കാണും. പാവം അവരെല്ലാം ഞാൻ ഉണ്ടാക്കുന്ന വാട്ട് ചായ കുടിച്ചിട്ട് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കും. അങ്ങനെ ചായ ഉണ്ടാക്കി പഠിച്ചതാന്ന് നിധി പറയേ. ചായ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതോ ബാക്കിയുള്ളതും കൂടി നീയാണോ ചെയ്യാറെന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. അവിടെ എന്നെ കിച്ചണിൽ കയറാനേ സമ്മതിക്കില്ല. ചായ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ സുഭാഷ് ഏട്ടൻ പുറകിൽ വന്ന് നിൽക്കും. നീ എന്തിനാ കഷ്ടപ്പെടുന്നത്, ഞാൻ ചായ ഉണ്ടാക്കി തരാമെന്ന് പറയും എന്ന് നിധി പറയുന്നത് കേൾക്കെ രാജീവിനും അത് ഇഷ്ടമാവുന്നില്ല. അതുപോട്ടെ സുധീഷിന് ചായ കൊടുത്തില്ലെന്ന് ഹേമ ചോദിക്കെ സുധീഷ് എഴുന്നേറ്റില്ല, എഴുന്നേറ്റിട്ട് കൊടുക്കാമെന്ന് നിധിയും. അപ്പോഴാണ് കാലിൽ ബാൻഡേജെല്ലാമായി പതിയെ നടന്ന് അരുൺ അങ്ങോട്ടെത്തുന്നത്. അവനെ കാണാൻ സാന്ദ്ര ഓടിച്ചെന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് സോഫയിൽ കൊണ്ടിരുത്തുമ്പോഴേക്കും ഒന്നുമില്ല, അതൊരു ചെറിയ ആക്സിഡന്റ് ആണെന്ന് അരുണും നടക്കുന്നതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. എന്തോ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് നല്ല പേടിയാവുന്നു, എന്ത് പറ്റിയെന്ന് സാന്ദ്ര വീണ്ടും ചോദിക്കേ. നീ ഓഫീസിലേക്കല്ല പോയത്, പിന്നെ എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായതെന്ന് അമ്മ ഹേമയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബഹളം കേട്ട് സുധീഷും അങ്ങോട്ടെത്തുകയാ. ഓഫീസിലേക്ക് തന്നെയാ പോയത്. പുതിയ ലോഡ് വരുന്ന ദിവസമായിരുന്നു. ഒരു വലിയ മെറ്റീരിയൽ പാർസൽ കാലിൽ വന്ന് വീണു എന്നരുൺ പറയുന്നത് കേൾക്കെ ഹേമയും സംശയത്തോടെ രാജീവിനെ നോക്കുകയാ. എന്തു പറ്റി നിധിയെന്ന് സുധീഷ് ചോദിക്കേ. കടയിലേക്ക് വന്ന ഡ്രസ് മെറ്റീരിയലിന്റെ ലോഡ് അരുണേട്ടന്റെ കാലിൽ വീണു എന്ന് നിധി ടെൻഷനോടെ പറയേ. ബാൻഡേജ് ഇട്ട് വെച്ച അരുണിന്റെ കാലിലേക്ക് നോക്കിക്കൊണ്ട് നിധി തുണിയല്ലേ അത് വീണ ഇത്രയും വലിയ കെട്ട് കെട്ടണോന്ന് സുധീഷും ചോദിക്കുക. തുണിയാണോന്നോ, 4 തുണിയെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇത് ലോഡാണ്, 50 കിലോയുടെയോ 100 കിലോയുടെയോ ബോക്സ് ആയിട്ടാണ് വരിക. അത് കാലിൽ വീണ പിന്നെ ഉളുക്കില്ലേ എന്ന് നിധി ടെൻഷനോടെ ചോദിക്കെ. ഉറപ്പായും കാൽ ഉളുക്കുമെന്ന് സുധീഷും. നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോയാലൊന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, നല്ലപോലെ കെട്ടിവെച്ചിട്ടുണ്ട്, വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാം, റെഡി ആയില്ലെങ്കിൽ പോയാൽ മതിയെന്ന് അരുണും. അങ്ങനെ നിസ്സാരമായി കാണാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് രാജീവും പറയുന്നുണ്ട്. അതെ എല്ലിന് ചിലപ്പോ പൊട്ടലുണ്ടാവുമെന്ന് സുധീഷ് പറയേ. അയ്യോ എനിക്ക് പേടിയാവുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോയെന്ന് ഹേമയും രാജീവിനോടായി പറയുന്നുണ്ട്. നിധി സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് ശബ്ദം താഴ്ത്തി വായടച്ച് മിണ്ടാതിരുന്നൂടെന്ന് ചോദിക്കേ. ഞാൻ സത്യമല്ലേ പറഞ്ഞത്, 50 കിലോ 100 കിലോ എന്നൊക്കെ പറഞ്ഞതല്ലേ, അപ്പൊ ഉറപ്പായിട്ടും എല്ലിന് ഫ്രാക്ചർ ഉണ്ടാവുമെന്ന് സുധീഷും. എല്ലിന് ഫ്രാക്ചർ ഉണ്ടെങ്കിൽ കാല് നന്നായി വീങ്ങിയിരിക്കും, ഇത് ജസ്റ്റ് ഒരു പെയിനേ ഉള്ളൂ, നല്ല റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ എന്നരുൺ പറയേ. അരുണേ, ഇന്നൊരു പ്രധാന ജോലി നിന്നെ ഏൽപ്പിച്ചിരുന്നതല്ലേ, മറന്നുപോയോ എന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട്. അയ്യോ അത് ശരിയാണല്ലോ അച്ഛാ, ഞാൻ അത് മറന്നുപോയി എന്നരുൺ പറയേ. എന്താടാ നീ, ഒരു പ്രധാനപ്പെട്ട ജോലിയല്ലേ അത്, ലോഡ് ഇറക്കുന്നിടത്തേക്ക് നിന്നോട് ആരാ പോവാൻ പറഞ്ഞത്? ഇപ്പൊ അവിടെ പോയി വെറുതെ നോക്കി നിന്ന് കാലിന് പണിയും കിട്ടി എന്നൊക്കെ ദേഷ്യത്തോടെ വഴക്ക് പറയുമ്പോ ഇത്ര പ്രധാനപ്പെട്ട ജോലി എന്താ, അത് വേറൊരു ദിവസം ചെയ്താ പോരെന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. അയ്യോ അത് പറ്റില്ല, ആ ജോലി ഇന്ന് തന്നെ ചെയ്യണം, അത് ഒഴിവാക്കാൻ പറ്റില്ല, ഉറപ്പായും ഇന്ന് തന്നെ ചെയ്യണമെന്ന് രാജീവ് പറയുമ്പോ അത് വേറെ ആരെങ്കിലും വെച്ച് ചെയ്തുകൂടെയെന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല സാന്ദ്രേ, വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അരുൺ തന്നെ പോയി ചെയ്യേണ്ടതാണെന്ന് രാജീവ് പറയേ. അത് കുഴപ്പമില്ല അച്ഛാ, ഞാൻ തന്നെ പൊക്കോളാമെന്ന് അരുണും. ഈ വയ്യാത്ത കാലം വെച്ച് നീ എങ്ങനെ പോവാനാ, ഈ കാല് വെച്ച് 100 കിലോമീറ്റർ വരെ എങ്ങനെ വണ്ടി ഓടിക്കാൻ എന്ന് രാജീവ് ചോദിക്കുന്നവർക്ക് അച്ഛാ 100 കിലോമീറ്റർ വരെ യാത്ര എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതേ മോളെ, അവിടെ ആളുകളെല്ലാം വെയിറ്റ് ചെയ്യുക, ഇന്ന് തന്നെ അവിടെ പോയി ആ ഡീൽ ഉറപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അത് വലിയ റിസ്ക് ആവുമെന്ന് രാജീവ് പറയും. നമ്മുടെ മാനേജറില്ലേ, അവരെ കൊണ്ട് ചെയ്യിച്ചൂടെന്ന് നിധി ചോദിക്കുന്നു. അത് പറ്റില്ല നിധി, ഈ വിഷയത്തിൽ എനിക്ക് അരുണിനെ അല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, എന്ത് ചെയ്യാനാ, ഇനി ഞാൻ തന്നെ പോയി വരാമെന്ന് രാജീവ് പറയുമ്പോ രാജീവേട്ടൻ എങ്ങനെയാ അത്രയും ദൂരം വണ്ടി ഓടിക്കുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ബാക്ക് പെയിൻ ഇല്ലേ, ഡോക്ടർ തന്നെ അത്രയും ദൂരം ഒന്നും ഡ്രൈവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, എങ്ങനെ അത്ര ദൂരം പോയിട്ട് വരുമെന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അരുൺ സുധീഷിനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് അച്ഛാ ഞാനൊരു വഴി പറയട്ടെ എന്ന് ചോദിക്കുന്നത്. എന്താ, നീ തന്നെ പോവാമെന്ന് തീരുമാനിച്ചോന്ന് രാജീവ് ചോദിക്കേ. നമ്മുടെ സുധീഷിനെ വിട്ടാലോന്ന് അരുണും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും സംശയത്തോടെ എന്താ എന്നെ വെച്ച് പ്ലാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കേ. സുധീഷോ എന്ന് രാജീവും ചോദിക്കുക. അതെ അച്ഛാ, സുധീഷ് പോയിട്ട് വരട്ടെ, സുധീഷും നമ്മുടെ വീട്ടിലെ മരുമകനല്ലേ, അവനെ പോലെ വിശ്വസിക്കാൻ പറ്റുന്നയാള് വേറെ ആരുണ്ട് എന്നരുൺ പറയുന്നത് കേൾക്കെ
എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സുധീഷും മനസ്സിൽ പറയുകയാണ്. അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ രാജീവ് സുധീഷിനോടായി, സുധീഷേ നീ പോയിട്ട് വരാമോ എന്ന് ചോദിക്കുക. ഞാനോ എന്ന് അമ്പരപ്പോടെ സുധീഷ് ചോദിക്കേ. അതെ സുധീഷേ, വന്ന ഉടനെ തന്നെ ജോലി ചെയ്യിപ്പിച്ചു എന്ന് നീ തെറ്റിദ്ധരിക്കണം. ആക്ച്വലി വളരെ പ്രധാനപ്പെട്ട ഒരു ഡീലാണിത്. വേറെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. പ്ലീസ് നിനക്കൊന്ന് പോയിട്ട് വരാമോ എന്ന് രാജീവ് ചോദിക്കേ. ഇല്ല, ഞാൻ എങ്ങനെ പോകുമെന്ന് സുധീഷും. സുധീഷേ, ഇതിൽ തെറ്റായി വിചാരിക്കാനൊന്നുമില്ല. ഞാനാണ് പോവേണ്ടിയിരുന്നത്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്റെ കാലെ വേദനയെടുത്തിട്ട് അനക്കം പോലും വയ്യ. ഈ കാലം വെച്ച് അത്രയും ദൂരം പോകാൻ കഴിയില്ല എന്ന് പറയേ വീണ്ടും ഹേമ സംശയത്തോടെ രാജീവിനെ നോക്കുകയാ. രാജീവും സുധീഷിനോടായി, സുധീഷേ പ്ലീസ് നിനക്ക് പോയിട്ട് വന്നോ എന്ന് ചോദിക്കേ. സുധീഷും ഇയാൾ പറയുന്നത് സത്യമാണോ, അതോ എന്നെ ട്രാപ്പിലാക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ ആണോ, ഇവര് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് മനസ്സിലോർത്ത് സംശയത്തോടെ നിൽക്കുമ്പോഴേക്കും അരുണും കാലിൽ വേദന അഭിനയിച്ച് നിലവിളിക്കുകയാ. എന്താ സുധീഷെ ആലോചിച്ച് നിൽക്കുന്നതെന്ന് രാജീവ് ചോദിക്കേ. സുധീഷെ, അച്ഛൻ ആദ്യമായി ഒരു കാര്യം പറഞ്ഞതല്ലേ, ഇത്രയും കെഞ്ചി ചോദിക്കുമ്പോ ഒന്ന് പോയിട്ട് വന്നൂടെ. അച്ഛൻ ഇത്രയും കാലം ഇതുപോലെ ആരോടും അപേക്ഷിച്ചിട്ടില്ല. അച്ഛൻ സുധീഷിനെ വിശ്വസ്തനായി കാണുന്നത് തന്നെ വലിയ കാര്യം. പോയിട്ട് വാ പ്ലീസ് എന്ന് നിധി കൂടി അപേക്ഷിക്കേ. ശരിയെന്ന് സുധീഷും സമ്മതിക്കുകയാ. അത് കേൾക്കെ നിധിയും സന്തോഷത്തോടെ അച്ഛാ സുധീഷ് പോയി വരാമെന്ന് സമ്മതിച്ചെന്ന് പറയേ. വളരെ നന്ദി സുധീഷേ, ഒരു മിനിറ്റ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോവുകയാ. അകത്തേക്ക് പോയ രാജീവ് ഒരു ബാഗും കവറുമായി വന്ന് ആ കവറിൽ നിന്നും കുറച്ച് ക്യാഷും ഗോൾഡ് ബാറുകളും അവിടെ എടുത്തു വെക്കുന്നത് കാണേ. അച്ഛാ എന്താ ഇത്, ഇത്രയും പണവും ഗോൾഡ് ബാറുകളും ഒക്കെ ഉണ്ടല്ലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ മോളെ ഞാൻ ഇത് വേറെ ആരുടെയും അടുത്ത് കൊടുക്കാത്തത്. ഇതെല്ലാം ബിസിനസ്സിൽ വന്ന പണമാ. ഇത് ബാങ്കിലൂടെ ആവുമ്പോ ഹൈ റിസ്കാ. അതുകൊണ്ടാ കുറച്ച് ക്യാഷും ഗോൾഡുമായി കൈമാറുന്നത് എന്ന് പറഞ്ഞ അതെല്ലാം ബാഗിലേക്ക് വെച്ചോണ്ട് ഇത് ഇന്ന് തന്നെ ഇവിടുന്ന് ഒഴിവാക്കണം, ഇത് വീട്ടിലിരിക്കുന്നത് റിസ്കാ എന്ന് പറഞ്ഞ് അതെല്ലാം ബാഗിലാക്കി സുധീഷിന് നേരെ നീട്ടുകയാ. സുധീഷ് അത് വാങ്ങിക്കാതെ സംശയത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും എന്താ സുധീഷ് ആലോചിക്കുന്നത് ഇത് പിടിക്കെന്ന് രാജീവ് പറയുന്നുണ്ടെങ്കിലും സുധീഷ് അങ്ങനെ തന്നെ നിൽപ്പാ. ഇത്രയും പണവുമായി എങ്ങനെ പോകുമെന്നോർത്ത് പേടിക്കണ്ട. കാറിൽ ഈ പണമിരിക്കുന്ന കാര്യം തന്നെ ഓർമ്മിക്കേണ്ട. നീ കാഷ്വലായി വണ്ടി ഓടിച്ചു പോയാ മതി. ഹൈവേയിൽ തന്നെ യാത്ര ചെയ്താൽ മതി. അങ്ങനെ പോയാ പോലീസ് അധികം ശ്രദ്ധിക്കില്ല. ഇവിടുന്ന് വിട്ടാ പിന്നെ നേരെ അവിടെ ചെന്ന് മാത്രമേ നിർത്താൻ പാടുള്ളൂ. പിടിക്കെന്ന് രാജീവ് പറയുമ്പോഴേക്കും നിധിയും അത് വാങ്ങിക്കാനായി സുധീഷിനോട് പറയുകയാ. സുധീഷും സംശയത്തോടെ ആ ബാഗ് വാങ്ങിക്കുമ്പോഴേക്കും വിജയഭാവത്തിൽ രാജീവ് അവനെ ക്രൂരതയോടെ നോക്കിക്കൊണ്ട് അതിന്റെ സിബ് ക്ലോസ് ചെയ്തേക്കെന്ന് ചിരിയോടെ പറയുന്നുണ്ട്. എന്റെ ഭാഗ്യമാ സുധീഷേ നീ ഈ സമയത്ത് ഇവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് രാജീവ് വീണ്ടും സുധീഷിനോടായി പറയേ. സുധീഷ് ബാൻഡേജ് ഇട്ട് വെച്ച അരുണിന്റെ കാലിലേക്ക് നോക്കുന്നത് കാണേ അരുണും വേദന അഭിനയിച്ച് നിലവിളിക്കാൻ തുടങ്ങുകയാ. എന്തു പറ്റിയെന്ന് പരിഭ്രമത്തോടെ രാജീവ് ചോദിക്കേ. നല്ല വേദനയുണ്ടച്ചാ, വേദന കൂടിക്കൂടി വരികയാണെന്ന് അരുണും പറയുന്നുണ്ട്. നീ ഒരു വലിയ ഡോക്ടർ. സുധീഷ് പറഞ്ഞ പോലെ വല്ല ഫ്രാക്ചറും ഉണ്ടായിരിക്കും. നീ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്കുന്ന രാജീവ് പറയേ. അതെ അരുണേട്ടാ, വെച്ചോണ്ടിരിക്കാതെ വേഗം ഹോസ്പിറ്റലിൽ പോയി എന്താ ഏതാന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന് സാന്ദ്രയും പറയുകയാ. ശരി അച്ഛാ, ഹോസ്പിറ്റലിൽ പോവാം. ആദ്യം സുധീഷ് പോട്ടെ, പാവം അവന് കുറെ ദൂരം വണ്ടി ഓടിക്കാനുള്ളതല്ലേ എന്നൊരുൺ പറയേ. അത് ശരിയാ എന്ന് പറഞ്ഞ് ലൊക്കേഷനെല്ലാം സുധീഷിന്റെ മൊബൈലിലേക്ക് അയക്കുന്നുണ്ട് രാജീവ്. സുധീഷ് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം എന്ന് സുധീഷിനോടായി പറഞ്ഞ് അരുണേ ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് രാജീവ് അവിടുന്ന് പോവുകയാ. ശരിയെന്ന് അരുണും വേദന അഭിനയിച്ച് പറയുമ്പോഴേക്കും സംശയത്തോടെ നോക്കി നിൽക്കുന്ന സുധീഷിനോടായി എല്ലാം ഓക്കെ അല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും അല്ല മുഖത്ത് എന്താന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്താ മുഖത്ത് വല്ല സോപ്പ് മൊട്ടിയിരിക്കുന്നോ എന്ന് ചോദിച്ച് സുധീഷ് മുഖം തടവുമ്പോഴേക്കും അല്ല ഇയാളുടെ മുഖത്തൊരു ഭയം കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാന്ന് നിധിയും. ഹലോ, ആരോടാണ് പേടിയുണ്ടോന്ന് പറയുന്നത്? എനിക്ക് പേടിയൊന്നുമില്ലെന്ന് സുധീഷ് ധൈര്യത്തോടെ പറയാം. അങ്ങനെയാണോ? പക്ഷേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലെന്ന് നിധിയും. അപ്പോഴാണ് സുധീഷ് നിധി എത്ര വെയിറ്റ് ഉണ്ടെന്ന് ചോദിക്കുന്നത്. അതെന്തിനാ അറിയുന്നതെന്ന് നിധി ചോദിക്കുമ്പോ ചുമ്മാ പറയെന്ന് സുധീഷ്. 48 എന്ന് നിധി പറയേ. സുധീഷ് ചിരിയോടെ ആരോടെയും പറയുന്നത് 55 എന്ന് ചോദിക്കുന്നു. അല്ലല്ല 52 എന്ന് നിധി പറയേ. അപ്പോ 4 കിലോ കുറച്ചാ പറഞ്ഞതല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എന്തിനാ വെയിറ്റിന്റെ കാര്യമെല്ലാം ചോദിക്കുന്നെന്ന് നിധി ചോദിക്കേ. അല്ല 52 കിലോയുള്ള ഇയാളെ എവിടെയും തട്ടാതെയും മുട്ടാതെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയില്ലേ, അതിനിടയ്ക്ക് റണ്ണിങ്ങും ചേസിങ്ങും വേറെ, അതെന്താ കാര്യമെന്നറിയോ? ധൈര്യത്തിന്റേതാ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും ചിരിയോടെ അത് സമ്മതിക്കുമ്പോഴാണ് രാജീവ് അങ്ങോട്ട് വന്ന് സുധീഷെ ഞാൻ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കാറിന്റെ ചാവി കൊടുക്കുമ്പോഴേക്കും സുധീഷും നിധിയോട് യാത്ര പറഞ്ഞിറങ്ങുകയാ. അവനെ യാത്രയാക്കാൻ കാറിനടുത്തെത്തുന്ന നിധിയും സുധീഷെ ശ്രദ്ധിച്ചു പോയിട്ട് വരണേ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് സുധീഷും ബൈ പറഞ്ഞു പോവുകയാ. അവിടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷിനെ നീതുവിന്റെ കോൾ വരുന്നുണ്ട്. എന്താ എടുക്കാൻ വയ്യെന്ന് നീതു ചോദിക്കുമ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. നല്ല ജോലി തിരക്കാണോ എന്ന് നീതു ചോദിക്കേ. എപ്പോഴുമുള്ള ജോലിയൊക്കെ തന്നെ എന്ന് ഹരീഷും. കഴിച്ചു എന്ന് അവൾ ചോദിക്കേ. കഴിച്ചു എന്ന് ഹരീഷും. അപ്പോഴാണ് ഞാൻ കഴിച്ചില്ലെന്ന് എന്താ ചോദിക്കാത്തെന്ന് നീതു ചോദിക്കുന്നു. എന്താ നീതു കഴിച്ചില്ലെന്ന് ഹരീഷ് ചോദിക്കേ. കഴിച്ചെന്ന് നീതു. പിന്നെന്താന്ന് ഹരീഷ് ചോദിക്കും. ഈ സമയത്ത് ഹരീഷ് കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ലേ, എന്നിട്ട് ഞാൻ കഴിച്ചോ എന്ന് ചോദിച്ചില്ലേ, അതുപോലെ ഹരീഷും എന്നോട് ചോദിക്കണം എന്ന് നീതു പറയുമ്പോഴേക്കും
ഹരീഷും ശരിയെന്ന് സമ്മതിക്കുകയാണ്. അപ്പോഴേക്കും ഹരീഷ് ചായ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട ജിങ്കോയും അങ്ങോട്ടെത്തുകയാണ്. എന്നെ ചായ വാങ്ങിക്കാനായി പറഞ്ഞയച്ചിട്ട് ഇയാൾ ഇവിടെ നിന്ന് പ്രണയസലാപം നടത്തുന്നു എന്ന് ജിങ്കോ പറയുമ്പോഴേക്കും പിന്നെന്താന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. നീ പറയുന്ന ഹരീഷ് പറയേ, എന്താ പറയേണ്ടതെന്ന് നീതുവും. എന്തെങ്കിലും പറയുന്ന ഹരീഷ് പറയുമ്പോൾ ഇത്രയും സമയം ഞാൻ തന്നെയല്ലേ സംസാരിച്ചത്, ഇനി ഹരീഷ് എന്തെങ്കിലും പറ, ഇല്ലെങ്കിൽ ഞാൻ കോൾ വെക്കുകയാ എന്നവൾ പറയുമ്പോഴേക്കും അവളെ തടഞ്ഞ് ഏയ് വെക്കല്ലേ എന്ന് ഹരീഷും പറയേ. അത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ജിങ്കോയും ഇത് ശരിയാവില്ലെന്ന് പറയുന്നു. കഴിച്ചോ എന്ന് ഹരീഷ് വീണ്ടും നീതുവിനോടായി ചോദിക്കേ. ഇപ്പോഴല്ലേ അക്കാര്യം ചോദിച്ചതെന്ന് നീതുവും ചോദിച്ചല്ലേ. രാത്രി എന്താ കഴിക്കാനെന്ന് ഹരീഷ് ചോദിക്കേ. ഇഡ്ഡലി എന്ന് നീതുവും. അത് കേൾക്കേ ഹരീഷും ഞാനിപ്പോ നീതുവിനോട് ചോദിച്ചില്ലേ, ഇനി നീതു അത് എന്നോട് ചോദിക്കുന്ന ഹരീഷും. കുട്ടികൾക്ക് നീതുവിനും ചിരി വരികയാണ്. അപ്പോഴാണ് ഹരീഷ് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ജിങ്കോയെ കാണുന്നത്. എന്തടാ പോടാ എന്ന് ഹരീഷ് പറയേ. ചായ കുടിച്ച് മതിയാവോളം സംസാരിക്കെന്ന് പറഞ്ഞ് ഒരു ചായ എടുത്തു കൊടുത്തിട്ട് ജിങ്കോ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവർ നിർത്താതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുക. പിന്നീട് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സുധീഷും ആദ്യമായി കാറിൽ വെച്ച് കണ്ട സമയത്ത് രാജീവ് വെല്ലുവിളിയോടെ പറഞ്ഞതെല്ലാം ഓർത്തെടുക്കുകയാ. ഇന്നേക്ക് ഒരാഴ്ച, അതിനുള്ളിൽ എന്റെ മോൾ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും, ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് രാജീവ് വന്ന് കാറിൽ വെച്ച് പറഞ്ഞതും ഇന്ന് വീട്ടിൽ വെച്ച് ഇതൊരു പ്രധാനപ്പെട്ട ഡീലാണ്, വിശ്വസിച്ച് വേറെ ആരെയും ഏൽപ്പിക്കാൻ വയ്യ, പ്ലീസ് സുധീഷിനൊന്ന് പോയിട്ട് വരാമോ എന്ന് രാജീവ് പറഞ്ഞതും കാറിലിരിക്കുന്ന പണമടങ്ങിയ ബാഗിലേക്ക് നോക്കിയും സുധീഷ് സംശയത്തോടെ പറയുന്നുണ്ട്. നിധിയുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ചിലപ്പോ അവരെ ഈ വീട്ടിലേക്ക് വരികയില്ലെന്നാണ് പറയുന്നതെങ്കിലോ. ഏട്ടത്തി, സുഭാഷ് ഏട്ടൻ തനിയെ പോകുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സുഭാഷ് ഏട്ടനോട് നമ്മൾ അവരെ കാണാൻ ചെന്നതൊക്കെ നാളെ പറഞ്ഞു കഴിഞ്ഞ എന്ന് നികേഷ് ചോദിക്കേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, നീ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പോവും, കുറച്ചു നാൾ കഴിഞ്ഞ ഏട്ടത്തിയും പോവും, അതോടെ ഈ വീടല്ലാതായി മാറും, വീണ്ടും ഈ വീടൊരു നരകമായി മാറും, ഈ വീട്ടിലേക്ക് വരാൻ ഒരു കാരണവും ഇല്ലാതെയാവും, അതോടെ ഞാനും എങ്ങോട്ടേലും പോവും എന്ന് നികേഷ് ടെൻഷനോടെ പറയുമ്പോ അങ്ങനെയൊന്നും പറയില്ല നികേഷേ, എങ്ങോട്ട് പോവാനാന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി ഒരു ദിവസം ഈ വീട് വിട്ട് പോവില്ലേ? ഈ വീട്ടിൽ നിൽക്കാൻ ഏട്ടത്തിക്ക് ഒരു കാരണവുമില്ലെന്ന് എനിക്കറിയാം, ഞങ്ങളോട് കഷ്ടം തോന്നിയിട്ടാ തൽക്കാലം ഇവിടെ കഴിയുന്നതെന്നും എനിക്കറിയാം എന്ന് കരുതി എന്നും കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അത് വലിയൊരു സ്വാർത്ഥതയാവില്ലെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഉടനെയൊന്നും പോവില്ലടാന്ന് നിധി പറയേ. പക്ഷേ പോവുമല്ലോ. അത് വിട്, ഞാൻ പോയിട്ടെ സ്വീറ്റ്സ് വാങ്ങി വരാം, സുധീഷേട്ടനെ വിളിച്ചിട്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞേക്കെന്ന് നികേഷ് പറയുമ്പോഴേക്കും ഉമ്മറത്തേക്ക് എത്തിയ അച്ഛനും വിളിച്ചു ചോദിക്കുന്നുണ്ട്. അല്ല, ഈ വീട് വിട്ടു പോയാലേ കല്യാണം നടക്കുകയുള്ളൂ എന്ന് സുഭാഷിനോട് പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് അച്ഛൻ ചോദിക്കേ. ഇനി അത് അച്ഛനായിട്ട് പറയാൻ നിൽക്കണ്ടെന്ന് നിധിയും. അത് ശരി, എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് അവരത് ഒന്നുകൂടി സംസാരിച്ചാലോ? അപ്പൊ അവൻ അറിയില്ലേ എനിക്ക് എന്റെ അനിയന്മാരെ വിട്ട് വരാൻ പറ്റില്ലെന്ന് അവൻ നിർബന്ധം പിടിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും ചോദിക്കില്ല ഇടത്തിന്ന് നികേഷ് പറയുമ്പോ അവര് നിന്നോട് പറഞ്ഞോ ചോദിക്കില്ലെന്ന്? വരുന്ന പോലെ വരട്ടെ, പിന്നെ സീറ്റ്സ് അത് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നോളാം, അതിനു വേണ്ടി നീ എങ്ങോട്ട് ഇറങ്ങി പോവേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. കുട്ടികൾക്ക് നികേഷും വായിൽ വെക്കാൻ കൊള്ളാത്ത എന്തേലും മേടിച്ചോണ്ട് വരും, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറയുമ്പോ വിട്, അച്ഛനായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാലും നിങ്ങൾ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഇത്രയും കൊല്ലം ജീവിച്ച മനുഷ്യനല്ലേ, നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയും, അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നോളുമെന്ന് നിധി പറയേ. ശരിയെന്ന് പറഞ്ഞ് നികേഷും റൂമിലേക്ക് പോവുകയാ. പിന്നീട് അവരെ സ്വീകരിക്കാനായി കിളിക്കൂട് ഒരുങ്ങുന്നതാണ് കാണിക്കുന്നത്. സുഭാഷ് അവിടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുക. ഹരീഷും നികേഷും പുതിയതായി വാങ്ങിച്ച ചെയറും ടീപ്പോയും എല്ലാം നിരത്തിക്കൊണ്ടിരിക്കുക. സുധീഷ് ഹാളിലാകെ എയർ ഫ്രഷ്നർ ട്രൈ ചെയ്തുകൊണ്ട് നടക്കുക. അച്ഛനും റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങി മുൻവശത്ത് തന്നെ നിർത്തിയിട്ട് തന്റെ സൈക്കിൾ എടുത്ത് മാറ്റിയിടുന്നുണ്ട്. നിധിയും ഉമ്മറത്തേക്ക് ഇറങ്ങി അവർ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കുന്നത്. സ്കൂട്ടിയിൽ ബ്രോക്കറും അതിനു പിറകിൽ കാറും വരുന്നത് കാണാൻ സന്തോഷത്തോടെ നിധി അകത്തേക്ക് കയറിപ്പോയി. സുഭാഷ് ഏട്ടാ, അവര് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സുഭാഷ് അവിടെ തന്നെ ഇരിക്കണ കണ്ട് സുഭാഷ് ഏട്ടാ എന്താ ഇങ്ങനെ ഇരിക്കണേ, എഴുന്നേറ്റൊന്ന് ആക്റ്റീവായി നിൽക്കുന്ന നികേഷ് പറയുമ്പോഴേക്കും സുഭാഷും അവിടെ നിന്ന് എണീക്കുകയാണ്. അപ്പോഴേക്കും കവിതയുടെ അച്ഛനും അമ്മയും അമ്മാവനും ഇറങ്ങുകയാ. ഭാസ്കരൻ ചെന്ന് നമസ്കാരം പറഞ്ഞ് സ്വീകരിക്കുമ്പോഴേക്കും ബ്രോക്കറും നമസ്കാരം പറഞ്ഞ് പെണ്ണു വീട്ടുകാരെ കൈയോടെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നീ നോക്കിക്കോ, ഷടേന്ന് ഞാൻ ഈ കല്യാണം നടത്തുമെന്ന് അയാൾ പറയേ. താലികെട്ട് കഴിയട്ടെ എന്നിട്ടാവാൻ തള്ളു എന്ന് ബ്രോക്കറോടായി പറഞ്ഞ് കവിതയുടെ അച്ഛനെയും കൂട്ടരെയും അകത്തേക്ക് സ്വീകരിക്കുകയാണ് ഭാസ്കരൻ. അവർ ഡൈനിങ് ഹാളിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയാ. പുറകെ സുധീഷും പോകുമ്പോഴേക്കും നിങ്ങളുടെ മകൾക്കെ ഈ വീട്ടിൽ നിന്നാണ് ഭർത്താവ് എന്നൊരു യോഗമുണ്ടാവും എന്ന് ബ്രോക്കർ കവിതയുടെ അച്ഛനോടും അമ്മയോടും പറയേ. ചിരിയോടെ നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.